ജാസ്മിനെ കാലുവാരി നിലത്തടിക്കും ജിൻഡോ എന്ന് പറഞ്ഞത് കറക്റ്റാണ്. അവിടെ എല്ലാവരും അത് കേട്ടതുമാണ്. പക്ഷെ പറഞ്ഞതിൽ ഒരു പോയിന്റ് അവരിപ്പോൾ എടുത്തു കാണിക്കാണ്. ജാസ്മിനെ കാലുവാരി നിലത്തടിച്ചേനെ എന്നാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. എന്തായാലും പവർ ടീം ഈ പോയിന്റ് വെച്ചിട്ടാണ് ജിൻഡോനെ സംരക്ഷിക്കാനായിട്ട് പോകുന്നത്. പവർ ടീമിലേക്ക് കയറ്റിവിട്ടത് ജിൻഡോയാണ്. അതുകൊണ്ട് തന്നെ ജിൻഡോന്റെ അടുത്ത് ആ നന്ദി കാണിക്കണം എന്നുള്ളതാണ് പവർ ടീമിന്റെ തീരുമാനം. അങ്ങനെ വരുന്ന സമയത്ത് ബാക്കി രണ്ട് ടീമുകളും, പഴയ പവർ ടീം ഒഴിച്ച് ബാക്കി എല്ലാ ടീമുകളും ഈ പുതിയ പവർ ടീമിന്റെ ഒപ്പം നിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു BB കോർട്ട് റൂം തയ്യാറാക്കാനാണ് ഇവരുടെ ഉദ്ദേശം. അങ്ങനെ കോർട്ട് റൂമിൽ വെച്ചുകൊണ്ട് ജാസ്മിനെയും ജിൻഡോയെയും നിർത്തിക്കൊണ്ട് അവിടെ കാര്യങ്ങൾ ചോദിക്കുന്നു, സംസാരിക്കുന്നു. എന്നിട്ട് ജനാധിപത്യപരമായി ഒരു തീരുമാനമെടുക്കുന്നു. എല്ലാവരുടെ അടുത്തും ആരാണ് തെറ്റുകാരി അല്ലെങ്കിൽ തെറ്റുകാരൻ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ജാസ്മിനാണ് തെറ്റുകാരി എന്ന് എല്ലാവരും പറയും. അപ്പോൾ ജിൻഡോയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അത് ജിൻഡോ മുൻപ് പറഞ്ഞൊരു വാചകമാണ്, അടിച്ചേനെ എന്നാണ് പറഞ്ഞത്. മുമ്പത്തെ വിഷയമാണ്, ഇപ്പോഴത്തെ വിഷയമല്ല അത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ജിൻഡോ തെറ്റുകാരനല്ല എന്ന് എല്ലാവരും പറയുകയും അതിന് ജാസ്മിന് ശിക്ഷ കൊടുക്കുകയും ജിൻഡോനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പവർ ടീമിന്റെ പ്രധാന പ്ലാൻ എന്ന് പറയുന്നത്. ആ പ്ലാൻ അവിടെ സിബിൻ വർക്കൗട്ട് ആക്കി കഴിഞ്ഞിരിക്കുന്നു. ജിൻഡോയ്ക്ക് അത് സംസാരിച്ച് ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഒരു വക്കീലിനെ വെക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സായി വക്കീലായിട്ട് വരുമോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഇതേ പ്ലാൻ തന്നെ പിന്നീട് അവിടെ അൻസിബ് ഇരുന്ന് പറയുന്നുണ്ട്. അടിച്ചേനെ എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ മുമ്പത്തെ കാര്യമാണ്, ഇപ്പൊ അടിക്കുന്നല്ല പറഞ്ഞത്. അപ്പൊ ജിൻഡോ ചെയ്തത് അവിടെ തെറ്റല്ല എന്നാണ് അവരെല്ലാവരും പറയുന്നത്. എന്തായാലും ഒരു BB കാണുന്ന ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് തോന്നിയ കാര്യം, ജിൻഡോ പറഞ്ഞത് വളരെ മോശം സ്റ്റേറ്റ്മെന്റ് ആണ്, കാലുവാരി നിലത്തടിച്ചേനെ എന്നുള്ളത്. അത് വളരെ മോശം സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ജിൻഡോന്റെ അടുത്ത് ബാക്കി എല്ലാവർക്കും നന്ദി കാണിക്കണം എന്നുള്ളത് കൊണ്ട് ജിൻഡോനെ സംരക്ഷിക്കാനാണ് ഇപ്പൊ നിലവിലെ പവർ ടീമിന്റെയും ബിഗ് ബോസ് വീടിനുള്ളിലുള്ളവരുടെയും തീരുമാനം. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ജാസ്മിനെയും ഗബ്രിയെയും വീട്ടിലുള്ള ആർക്കും തന്നെ ഇഷ്ടമല്ല. ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർക്കാണെങ്കിലും അവർ കാണിക്കുന്നത് മുഴുവൻ നാടകങ്ങളാണ് എന്നുള്ള തോന്നുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ആർക്കും തന്നെ ജാസ്മിന്റെയും ഗബ്രിയുടെയും കൂടെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ജിൻഡോ ചെയ്തത് തെറ്റാണെങ്കിൽ പോലും ജാസ്മിനോടുള്ള കലിപ്പ് കൊണ്ട്, വെറുപ്പ് കൊണ്ട് ഇപ്പൊ പ്രേക്ഷകരും ജിൻഡോനെ ന്യായീകരിക്കുകയാണ്. ജിൻഡോന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും ജിൻഡോനെ അവിടെ രക്ഷിക്കാനാണ് പ്രേക്ഷകരാണെങ്കിലും എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും ജിൻഡോന്റെ ഭാഗത്ത് തന്നെയായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ നമ്മളൊരു റിവ്യൂ ചെയ്യുന്ന പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ജിൻഡോ പറഞ്ഞതാണ് അവിടെ ഏറ്റവും വലിയ തെറ്റ് വരുന്നത്. ജാസ്മിന്റെ ഭാഗത്ത് തെറ്റ്, അവര് നാടകം കളിക്കാതിരിക്കെ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, അവരവിടെ പല നാടകങ്ങളും കാണിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നത് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ നാടകമല്ലല്ലോ ഇവിടുത്തെ വിഷയം വരുന്നത്. ഒരാളെ കാലുവാരി നിലത്തിട്ട് അടിക്കും എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ജിൻഡോന്റെ ഭാഗത്ത് നിന്നുണ്ടായത് വളരെ മോശം സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന് ജിൻഡോനെ സംരക്ഷിക്കാൻ നോക്കുന്ന ഒരു പവർ ടീമിനെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സഹതാപം തോന്നി. അത് വേണ്ടിയിരുന്നില്ല എന്നാണ് തോന്നുന്നത്. അത് അവർക്കൊരു ശിക്ഷ കൊടുത്തുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുക, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ശിക്ഷ കൊടുത്തുകൊണ്ട് അവർക്കത് അവിടെ അവസാനിപ്പിക്കാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്.